നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ ഡോട്ട് JSS ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഗോയിങ് ടു ദ വീഡിയോ. റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് RAFC വെച്ചിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി റേഡിയോ ബട്ടൺ ഡോട്ട് JSനകത്ത് നമ്മൾ ടെക്സ്റ്റിനകത്തൊക്കെ നമ്മൾ അതിന് ബാക്കിയുള്ള വീഡിയോസിൽ ചെയ്ത പോലെ ഇൻപുട്ട് ഡോട്ട് JSനകത്ത് ചെയ്ത പോലെ റേഡിയോ ബട്ടൺ ഡോട്ട് JS എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു JS ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 3 ഓപ്ഷൻസ് ആണ്. നമുക്ക് മെയിൽ ഫീമെയിൽ വന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റേഡിയോ ബട്ടൺ എന്താണെന്ന് അറിയാം. സോ അതുകൊണ്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. റേഡിയോ ബട്ടൺസിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന പ്രോപ്സ് എന്ന് പറയുന്നത് സെലക്ടിനകത്ത് വന്ന ലേബൽ വേണം, നെയിം വേണം, പിന്നെ ഓപ്ഷൻസ് വേണം. പിന്നെ ബാക്കിയുള്ളത് അത്രയും റെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വരും. Label HTML4 equals to name. ലേബൽ എന്ന് പറയുന്നത് നമ്മൾ മെയിലിൽ നിന്ന് പ്രോപ്പർ ലേബൽ ആണ്. അതിനുശേഷം നമ്മൾ ഫീൽഡല്ല, നമ്മൾ ഇൻപുട്ട് ടൈപ്പ് തന്നെയാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. ഈ ഇൻപുട്ട് നമുക്ക് ഫീൽഡിനകത്ത് എനിക്ക് തെറ്റിയതാണ്. നമ്മൾ ലേബൽ എഴുതിയതിനു ശേഷം വിൽ ഗോ വിത്ത് ഫീൽഡ് ഇറ്റ്സെൽഫ് സെയിം ആസ് സെലക്ട്. ഫീൽഡ് എഴുതുന്നു, നെയിം ഈക്വൽ ടു നെയിം, and will be passing the rest of the variable. ഇതിനകത്ത് ആസ് ഈക്വൽ ടു ഇൻപുട്ട് ആണ്, കാരണം ഇൻപുട്ട് ടൈപ്പ് ആണ് നമ്മൾ റേഡിയോ ബട്ടണിനകത്ത്. റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫീൽഡ് ആണ്. സോ റേഡിയോ ബട്ടൺ ഇൻപുട്ട് ഫീൽഡ് ആണ്. ഇതിനകത്ത് നമ്മൾ ഫീൽഡ്സ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ ഒരു കാര്യങ്ങൾ ഫീൽഡ് എംപ്ലോയീസ് returns options dot return options dot map each option റിയാക്ട് ഡോട്ട് ഫ്രാഗ്മെന്റിനകത്ത് നമ്മൾ കീ ഈക്വൽ ടു ഓപ്ഷൻ ഡോട്ട് കീ ആയിട്ട് കൊടുക്കുന്നു. ഓപ്ഷൻ ഡോട്ട് കീ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡോട്ട് വാല്യൂ ആയിട്ടോ കൊടുക്കാം. യുണീക്ക് ആയിരിക്കണം എന്നേ ഉള്ളൂ കീ വാല്യൂ. ഞാനിവിടെ ഓപ്ഷൻ ഡോട്ട് വാല്യൂ ആണ് കൊടുത്തത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, ID equal to option dot value, value equals to option dot value, equal to option dot value. അതിനുശേഷം ചെക്ക്ഡ് എന്ന് പറയുന്നത്
object equal to field dot value triple equal to option dot value. അതിനുശേഷം ഇതിന്റെ ലേബിൾ നമ്മൾ കൊടുക്കണം. ലേബൽ HTML4 equal to option dot value. ഓപ്ഷൻ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ലേബിളായിട്ട് വരിക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ലേബിളായിട്ട് വരുന്നത് ഓപ്ഷൻ ഡോട്ട് കീ ആണ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എഴുതി കാണിച്ചാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ. ഓപ്ഷൻ ഡോട്ട് കീ ആണ് റിയാക്ട് ഡോട്ട് ഫ്രാഗ്മെൻറ്റിനകത്ത് വരും. അതിനുശേഷം ഫീൽഡ് എലമെൻറ്റ് എൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ റെസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ വാല്യൂ കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഇടാണ്. ഫീൽഡ് ഇട്ട് നോക്കിയിട്ട് ഫീൽഡ് എന്താ വരുന്നത് നമുക്ക് നോക്കിയിട്ട് ബാക്കി ചേഞ്ചസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നെയിം ഈക്വൽ ടു ഫോം കൺട്രോളിനകത്ത് ഫീൽഡ് എഴുതി. ഫീൽഡിനകത്തിന് ശേഷം അതിൻ്റെ ഒരു ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. കാരണം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോക്കകത്ത് നമ്മൾ ഫീൽഡിനകത്ത് ഇൻപുട്ടാണ്, ഇൻപുട്ടിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ ഫീൽഡാണ് ഈ ഇൻപുട്ടിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഫീൽഡ് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര റേഡിയോ ബട്ടൺസ് ഉണ്ടോ അതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതുന്നത് ഈ ഫീൽഡാണ്. അതിനുശേഷം ഐ ഡി ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, ഐ ഡി ഈക്വൽ ടു ഓപ്ഷൻ ഡോട്ട് വാല്യൂ. ഐ ഡിയും വാല്യൂയും ഓപ്ഷൻ ഡോട്ട് ഐ ഡിയും ഓപ്ഷൻ ഡോട്ട് വാല്യൂ ആയിട്ട് കൊടുത്തുന്നു. ലേബൽ HTML ഓപ്ഷൻ ഡോട്ട് വാല്യൂ ഓപ്ഷൻ ഡോട്ട് കീ എന്നുള്ളത് റിയാക്ട് ഡോട്ട് ഫ്രാഗ്മെൻറ്റും കൊടുത്തു. നമ്മൾ അത്രയും എഴുതി. ഇനി നമ്മൾ ഏകദേശം റേഡിയോ ബട്ടൺ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഫോമിൽ കൺട്രോൾ JSനകത്ത് വരുന്നു. റേഡിയോ ആണെങ്കിൽ റേഡിയോ ബട്ടണിലേക്ക് റെസ്റ്റ് ഓഫ് ദ പ്രോപ്സ് പാസ് ചെയ്ത് കൊടുക്കണം. Form control equal to radio, name equal to radio option കൊടുത്തിട്ട് നമ്മൾ ഓപ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ദാറ്റ്. ഓപ്ഷൻസ് ഈക്വൽ ടു തൽക്കാലത്തേക്ക് ഞാൻ റേഡിയോ ഓപ്ഷൻസ് എഴുതുക. റേഡിയോ ഓപ്ഷൻസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇപ്പം ഡിഫൈൻ ചെയ്യാം. ഓപ്ഷൻസ് കോപ്പി ലെറ്റർ going up constant
radio options equals to key equal to key column name equal to ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ ഫീമെയിൽ എന്ന് കൊടുത്തു. name equal to gender നൽകാം. name equal to gender, name equal to radio option. name equal to gender എന്ന് കൊടുക്കാം. put label as gender with G caps. ഈ ജെൻഡർ നമ്മൾ മേലെ ഡിഫൈൻ ചെയ്യണം. സെലക്ട് ഓപ്ഷന് ശേഷം ജെൻഡർ ഉണ്ട്. സോ ജെൻഡർ മേ ബി I'll put it as male as original selected. Gender f dot string dot required of let's see what is happening. Field is not defined in radiobutton.js. അപ്പോൾ radiobutton.js പോയിട്ട് നമുക്ക് ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷന് അവർ ഫോമിക്കുന്ന എടുത്തിട്ടില്ല. ഫീൽഡ് നമ്മളിവിടെ എറർ മെസ്സേജ് ഇട്ടിട്ടില്ല. എറർ മെസ്സേജ് name equal to name. എറർ മെസ്സേജ് വന്നു നോക്കിക്കോട്ടെ. അത് മെസ്സേജ് ഫീൽഡ് ഫോമിക്കുന്നത് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ റേഡിയോ ഓപ്ഷൻ വന്നില്ല. why let's go back to formicontrol.js. ഇവിടെ ജെൻഡർ എഴുതിയിട്ടുണ്ട്. let me refresh it. What happened? Why the form doesn't come up? Control equal to control equal to radio. Let's see, control equal to radio ആണ്. control equal to radio ആണ്. radio button. This answer is very simple. I missed a radio return statement. ഒരു റിട്ടേൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് പോകും. പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ലേബിൾ മാത്രമേ വന്നിട്ടുള്ളൂ. ജെൻഡറിനകത്ത് ജെൻഡർ വന്നിട്ടില്ല. Go back to formic control. Options is equal to radio options. radio optionsനകത്ത് മെയിലും ഫീമെയിൽ വാല്യൂ വന്നിട്ടുണ്ട്. formic control options, small letter options, radio button options, options.map.
ഇവിടെ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൺസോൾ ലോഗ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഫീൽഡിനകത്ത് നെയിം ഈക്വൽ ടു ജെൻഡർ, വാല്യൂ ഈക്വൽ ടു മെയിൽ, ഓൺ ചേഞ്ച് ഇസ് ഈക്വൽ ടു യൂസ് കോൾ ബാക്ക് ഇവന്റ് ആൻഡ് ഓൺ ബ്ലർ, അങ്ങനെ കുറെ സംഭവങ്ങൾ ആണ് ഫീൽഡിനകത്ത് വരുന്നത്. അപ്പോൾ ഫീൽഡിനകത്ത് എന്ത് വാല്യൂ വരുന്നോ അത് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കണം. I'm not getting an error also. Let me see what is happening here. ഇവിടെ ലേബൽ ജെൻഡർ വന്നതിന് ശേഷം താഴെ ഒന്നും വരുന്നില്ല. It means either the options is not getting passed over here. So ഇവിടെ വന്നിട്ട് ഫീൽഡ് മാറ്റി ഞാൻ ഓപ്ഷൻസ് ഒന്ന് പാസ് ചെയ്ത് നോക്കട്ടെ. I just want to see if options are getting passed properly. The answer is very simple. Again, I missed a return statement here. Return is very important. See, male and female came. Female, but it's not allowing me to check it. There is some error downstairs. Let's see what the error is. You provide a checked prop to the form field without the onChange handler. This will render only read-only field. If the field should be mutable, use default checked. Otherwise, checked. Okay. Issue resolve ആയിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ബട്ടൺ ഡോട്ട് ജേസിനകത്ത് നമ്മൾ നേരത്തെ ഫീൽഡ്, ഈ ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഫീൽഡിനകത്ത് ഇവിടെ പാസ്സാവുന്നതിനകത്ത് ഫീൽഡ്, മെറ്റാ, ഫോം 3 ഓപ്ഷൻസ് ആണ് പാസ്സാവുന്നത്. അതിനകത്ത് ഫീൽഡ് മാത്രം മതി നമുക്ക്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന സമയത്ത് ഡോട്ട് 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 ഫീൽഡ് മാത്രം നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ആവുന്നു. And I'll make this checked and let me see if this checked work ആവുന്നു നോക്കട്ടെ. Work ആവില്ല. Let me go for default check. Testing option female subnet characters
what happened? ഒന്നുകൂടെ ഞാൻ refresh ചെയ്ത് നോക്കട്ടെ. Comments, testing, meals, meal. ഇതിനകത്ത് ജെൻഡർ വരുന്നത് ജെൻഡർ വാല്യൂ ഈക്വൽ ടു ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നിടത്ത് ഓപ്ഷൻ 1 ജെൻഡർ ഈക്വൽ ടു മെയിൽ എന്ന് തന്നെയാണ് വരുന്നത്. ഹലോ, അപ്പം നമ്മുടെ ഇഷ്യൂ ഞാൻ കണ്ടുപിടിച്ചു. വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കൊരു ലേണിംഗ് പോയിന്റ് കൂടി ആയിട്ടുണ്ട്. അതായത് ഈ ഓപ്ഷൻ ഡോട്ട് വാല്യൂവിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ഡോട്ട് ഫീൽഡ് എന്നുള്ളത് ഈ വാല്യൂവിന് മുമ്പ് ഈ ഡോട്ട് ഫീൽഡ് എന്നുള്ള വാല്യൂ നമ്മൾ പാസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വാല്യൂവിനെ ഇതിനായി ഫീൽഡിനകത്തുള്ള വാല്യൂ ഓവർറൈഡ് ചെയ്യും. ഡോട്ട് ഫീൽഡ് ആദ്യം പാസ് ചെയ്യുക, രണ്ടാമത് ഈ വാല്യൂ പാസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ ടെസ്റ്റിംഗ് മെയിൽ ഫോം സബ്മിറ്റഡിനകത്ത് ജെൻഡർ ഫീമെയിൽ എന്ന് വന്നു. That's about radio button.